ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് പോകുന്നതാണ്, ചൊവ്വാഴ്ചയാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ ഈവനിങ് ആണ്, കുട്ടികൾക്കൊക്കെ സ്കൂളുള്ളതല്ലേ പകൽ സമയത്ത്, അപ്പം പിന്നെ ഈവനിങ് ആക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്ത് 6:30 ഒക്കെ ആയപ്പോഴത്തേന് പോന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചെന്നെ ഉള്ളൂ കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മളെ മാമേൻ്റെ മോൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഷിജിയേട്ടൻ. പിന്നെ ഷിജിയേട്ടനും വിജീനെയും ജാനുവിനെയൊക്കെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവരാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, അതിലുണ്ടേ. അപ്പോൾ അതാ ഫുഡൊക്കെ പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പം മുകളിൽ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കണത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലമാണല്ലോ, അപ്പോൾ പിന്നെ പുറത്തിരുന്ന് ഇതാക്കണ്ട വിചാരിച്ചിട്ട് മുകളിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ആക്കണത്. അപ്പോൾ അതാ ആദ്യം തന്നെ ഫസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ജാനുവിൻ്റെ ബർത്ത്ഡേ കേക്കല്ല കേട്ടോ. ഇത് പറഞ്ഞാൽ അനിക്ക് പിന്നെ അബാക്കസിന് സ്റ്റേറ്റ് ലെവലിൽ റാങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് അങ്ങനെ അവരെ ഫ്രണ്ട്സ് തന്നെ കേക്കും കൂടെ വാങ്ങിക്കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതാദ്യം കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ജാനുവിൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ ഇത് വിജയന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ബാക്കത്തെ സാധനം ആൾ അങ്ങനെ പ്രിൻ്റ് എടുത്തുങ്ങാണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. മോളുടെ ഡോറേൻ്റെയും പിക്ചറൊക്കെ വെച്ചുങ്ങാണ്ട് അങ്ങനെ പ്രിൻ്റ് എടുത്തതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഫാമിലീസും പിന്നെ അതുപോലെ തന്നെ ഷിജിയേട്ടൻ്റെ ഫ്രണ്ട്സും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. സാധാരണ പിന്നെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ മിക്കവാറും പിന്നെ വൈഫും കുട്ടികളൊന്നും പോവാറില്ല കേട്ടോ. ഇതിപ്പോൾ എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയി എല്ലാവരും ഒന്ന് കൂടിയിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഷിജിയേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇതാ നമ്മുടെ താരം എത്തിയിട്ടുണ്ട്, ഷിജിയേട്ടനും എത്തിയിട്ടുണ്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഷിജിയേട്ടന് വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പിന്നെ ജാനുവിൻ്റെ ബർത്ത്ഡേ കേക്ക് തന്നെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് പിന്നെ അവളുടെ അല്ലാന്ന്. ഇത് സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ കഴിക്കുന്നത്, ഫസ്റ്റ് ബർത്ത്ഡേ അല്ല. അപ്പോൾ എന്തായാലും ഇതാ കണ്ടോ, എല്ലാവരും ഉണ്ട്, എല്ലാവരും പോലെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ ദിവ്യ ചേച്ചീനെ കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ചേച്ചിക്കും തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിജിക്കും തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ആൾ വീഡിയോസൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പോൾ മോളെയും കൊണ്ടൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ ഇതാ വിജീൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ മാമൻ, അപ്പുമാമൻ. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് അമ്മായി. ഇവർക്ക് 2 മക്കളാണ് കേട്ടോ, ഷിജിയേട്ടനും പൊന്നു ചേച്ചി കേട്ടോ. അപ്പോൾ പൊന്നു ചേച്ചീനെയൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ വിജീൻ്റെ ഏട്ടൻ്റെ മോളുണ്ട് നിതാര, അപ്പോൾ അവളെയും കൂടെ വിളിക്കാൻ കേട്ടോ. ആൾ ചെറിയ ആളാണ്, പിന്നെ 1 വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ. അതാ അപ്പോൾ അയാൾ ഭയങ്കര ഉറക്കക്ഷീണത്തിലൊക്കെയാണ്. അപ്പോൾ അവരെയും കൂടെ വിളിച്ചിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. വിജീൻ്റെ അച്ഛനും അമ്മയാണ് മറ്റത്. അപ്പം എന്തായാലും എല്ലാവരും എത്തിയിട്ടുണ്ട്, ഇനി കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ജാനുവിന് ഇഷ്ടമാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എന്നിങ്ങനെ പാടുന്നത്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അവൾ തന്നെ സ്വന്തമായിട്ട് അങ്ങനെ പാടുമെന്ന്. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ട്സിൻ്റെ വൈഫും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പിന്നെ ഓരോരുത്തരല്ല ഗിഫ്റ്റ് കൊടുക്കണത് കേട്ടോ. എല്ലാവരും കൂടെ കൂടിയിട്ട് എത്രയാണോ പിന്നെ നമ്മൾ എടുക്കാൻ കരുതിയ പൈസ എന്ന് വെച്ചാൽ അത് പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് എടുത്തിട്ട് ഗോൾഡ് വാങ്ങിക്കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇങ്ങനെ ഉടുപ്പും കാര്യങ്ങളൊന്നും വാങ്ങണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല കാര്യമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അവർ ചെയ്യാറ്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശ്രീലോനും കണ്ണനും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ
എത്രയാണോ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എത്ര കിട്ടണത് വെച്ചാൽ അതിനനുസരിച്ച് ഉള്ള ഗോൾഡ് വാങ്ങും കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒരു കാര്യത്തേക്കാണല്ലോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും നിന്നപ്പോഴേക്കിന് ഗേൾസ് എല്ലാവരും നിന്നപ്പോഴത്തേനെ അവിടെ ഫില്ലായിട്ടോ. പിന്നെ ആണുങ്ങൾക്കും കൂടെ നിൽക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗേൾസ് എല്ലാവരും നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തു. ഇതൊന്നും അല്ല കേട്ടോ, 2-3 ആൾക്കാർ ഇനിയും മിസ്സിങ് ആണ്, അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല, കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കൂടിക്കാഴ്ച നല്ല പിന്നെ എന്താ പറയുക, ഓർക്കാൻ പറ്റിയൊരു നിമിഷമായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഞങ്ങൾ കൂടാറില്ല. കഴിഞ്ഞ പ്രാവശ്യമല്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ പിന്നെ ന്യൂ ഇയറിന് കൂടിയതാണ് കേട്ടോ. ഇതേപോലെ എല്ലാവരും കൂടെ കൂടിങ്ങാണ്ട് ടൂറ് പോയി, അങ്ങനെ കൂടിയതായിരുന്നു കേട്ടോ. പിന്നെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ ജാനുവിന് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് വാങ്ങിയത് കമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ കമ്മൽ ഇട്ടെടുക്കാൻ കാത് കുത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ എല്ലാവരും മുകളിലേക്ക് പോവുകയാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം കുട്ടികളൊക്കെ ഇരുത്താൻ വിചാരിച്ചിട്ട് കുട്ടികളൊക്കെയാണ് പറഞ്ഞയച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ വന്ന് ഫുഡ് കഴിക്കാനും കേട്ടോ. അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നല്ല സ്ഥലം ഉണ്ടെന്ന്. ടേബിൾ പിന്നെ ഇട്ടു, സ്ഥലം ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ വാഷ് ബേസും തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഖമായി. അപ്പോൾ എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് മന്തിയായിരുന്നു കേട്ടോ. ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നില്ല, രസമുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടെ ഇഷ്ടമായത് മന്തിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എടുത്ത വീഡിയോസൊക്കെ ലച്ചുമോൾ പോയി എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ലച്ചുവിനോട് ഞാൻ പിന്നെ വീഡിയോ എടുക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ, മൊത്തത്തിലൊന്ന് കവർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ എടുത്തതാണ് ഇതൊക്കെ. ഓരോരുത്തർ ചെയ്യണതൊക്കെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അധികം അറിയില്ല മഴയാണോ ഒന്നും അറിയില്ല. പിന്നെ ഞങ്ങളൊക്കെ പോയപ്പോഴത്തേനും ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ച് രാത്രിയല്ലേ, അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയത് 12 മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇരുന്ന് കുറേ സമയം സംസാരിച്ചു, ഞാനും രേഷ്മ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ കുത്തിരുന്ന് കുറച്ച് നേരം പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങളും ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പുതിയ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കി തരണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് അറിയിക്കും കൂടെ വേണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്